കുട്ടികളെല്ലാവരും പാടെ അറിയില്ല പിന്നെ പറഞ്ഞു മുട്ടായി ഹായ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണ്? 2 ദിവസത്തിനുള്ളിലുണ്ടായ പരിപാടിയാണത്. ഇപ്പൊ ബിരിയാണിക്കുള്ള പരിപാടികളാണ് നോക്കുന്നത്. എല്ലാരും 7 മണിയാകുമ്പോൾ എത്തും. ഫുൾ എൻജോയ്മെന്റ് ആണിന്ന്. അപ്പൊ ഉള്ളി അരിയുന്ന പരിപാടിയിലാണ്. കോഴിയേക്കാണ്ട് ചോദിക്കുന്നത് എന്താ പരിപാടി? ആരാ തുടക്കട്ട് പരിപാടിന്റെ അല്ല അതൊക്കെ പാടെ വാങ്ങിച്ചിട്ട് ഒരാളെ ഇവിടുന്ന് പോയില്ലല്ലോ. എവിടെ പോയി നോക്കുന്നു പോയിട്ട്? ഇത്രയും പരിപാടി ഉണ്ടായിട്ട് ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ബോസ് നല്ല കിടന്നുറങ്ങുക. ആ ഉള്ളി കഴിഞ്ഞ് ഞമ്മക്ക് അറിയാൻ പോവാണ്. സവാള പുത്തൂർ മഠം മുനിക്കരൊന്നുമില്ല. പയ്യടിത്തായോ? ഇപ്പൊ നമ്മൾ ബിരിയാണിന്റെ പരിപാടി തുടങ്ങാണ്. ആദ്യം ഉള്ളി ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മസാലകൾ ഓരോന്നായിട്ട് ഇടണം. അടുത്തതായിട്ട് നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് ഇടാൻ പോവാണ്. തക്കാളി ഇതിലേക്ക് നേരിട്ട് അരിഞ്ഞിട്ടാൽ അതിൻ്റെ നീരൊക്കെ അതിൽ തന്നെ വീണോളൂ. അതാണ് കട്ടിംഗ് ബോർഡിലിട്ട് കരിയാത്തത്. പിന്നെ അത് കഴിഞ്ഞതാ നമ്മുടെ മോളൂസ് താക്കണ അവിടെ മോളൂസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. തക്കാളി അരിഞ്ഞ് കഴിയാനായിരിക്കും ഏകദേശം. ഇനി അതിലേക്കുള്ള ഓരോ പൊടികൾ ആദ്യം മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞിന് പിന്നെ ഓരോ പൊടികളായിട്ട് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പൊടി ഇതാ മല്ലിപ്പൊടി ഇട്ടിരിക്കണം. മല്ലിപ്പൊടി ഈ പാത്രത്തിൽ കുറച്ചുള്ളൂ, ഇനി ബാക്കിയുള്ളത് വേറെ എടുത്തിട്ടാണ്. പിന്നെ ജീരകപ്പൊടി ഇട്ടാണ്, വലിയ ജീരകപ്പൊടി. പിന്നെ ഇടുന്നതാ പച്ചമുളക് അരിച്ച ലേശം കൂടിപ്പോയിന്. അത് ജസ്റ്റ് ഒന്ന് ചതക്കേണ്ട പാകത്തിനാണ് വേണ്ടിയിരുന്നത്, പക്ഷേ ലേശം അടിച്ചത് കൂടിപ്പോയിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്നത് അതിൻ്റെ അകത്തേക്ക് കരുവേപ്പിൻ്റെ ഇല ഇടാണ്, കരുവേപ്പില. പിന്നെ അതിലേക്ക് ഇടാൻ പോകുന്നത് ചിക്കൻ മസാല കുറച്ചിട്ടുണ്ട്, അതൊക്കെ ഇട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ബിരിയാണി മസാല ഇടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് ഒരു പാക്കറ്റേ വാങ്ങിയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് അടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ഇഞ്ചും വെളുത്തുള്ളി ഇട്ട് ചേർത്ത് കണ്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാൻ പോവാണ്. ഇനി ബിരിയാണിപ്പൊടി വന്നിട്ട് അത് പൊടിച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ. അപ്പോൾ ബിരിയാണിപ്പൊടി വന്നിട്ടുണ്ട്, ബിരിയാണിപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചിക്കൻ നമ്മൾ ഇടുകയാണ്. ചിക്കൻ ഇട്ടിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ മുമ്പ് തൈരൊക്കെ ഒഴിച്ചിരിക്കണം. തൈര് ഒഴിക്കുന്ന വീടൊന്നും എടുക്കാൻ പറ്റിയില്ല. തൈരൊക്കെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് ചെറുനാരൊക്കെ പിഴിഞ്ഞിട്ടുണ്ട്, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മസാല ഏകദേശം കുഴച്ച് വെച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് ഇനി അടുത്തത് നമ്മൾ അരി അളക്കാൻ പോവാണ്. അപ്പം 4.5 കിലോ നമ്മൾ വെക്കണത്. അരി അളന്നിട്ട് നല്ല വെള്ളം കണക്കാക്കാനാണ് കേൾക്കാൻ പോവാണ്. ചെറിയ വെള്ളം ഇളക്കാൻ പോകട്ടോ. ഷെഫ് സെമികാക്കൻ്റെ കൂടെ ഇതിലടി ഇങ്ങോട്ടാ പോണേ. അപ്പോൾ ഉള്ളി നമ്മളിവിടെ വറുക്കാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പുറത്ത് ചോറ് വെക്കുന്ന പരിപാടിയിലാണ്. അതിലേക്ക് വെള്ളം ഒഴിച്ച് വെള്ളം ചൂടാക്കാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു കപ്പിന് ഡബിളാണ് നമ്മൾ വെള്ളം ഒഴിക്കൽ. ഒരു കപ്പ് എത്ര അരി ഉണ്ടെന്ന് വെച്ചാൽ ആ കപ്പിന് ഡബിളാണ് നമ്മൾ ഒഴിക്കൽ. ഓരോ വിരുന്നാരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പുതിയ നവദമ്പതികളാണ് ആഷിഖും നാഫിയ. വന്നിട്ടുണ്ട്. എല്ലാരും കൂടെ നോക്ക്. കൈ പൊട്ടിക്കാൻ
കഴിച്ചു പൊട്ടിക്കാൻ ഏതിലേക്ക് ഏത് ഈ വലിച്ചല ചോറായി കൊടുക്കാൻ ബിരിയാണിയാ എത്ര വേണം ഇഞ്ചിയിലും നെയ്യുണ്ട് നേരത്തെ ഓണാക്കി അതിനെ ഓഫാക്കിയില്ല ചാടി വരുന്നു നൗഫീന ഇത് മറ്റേ ചെത കൊടുക്കണ കർപ്പൂരുണ്ടായിരുന്നു കർപ്പൂരതാ കർപ്പൂരത്തെ വെച്ചോളൂ യാപ്പള ഫസ്റ്റത്തെ വളമ്പല അത് ഉള്ളു ചെറിഞ്ഞ് പോയാൽ മതി. അത് ചോദിച്ച് സെറ്റൊക്കെ റെഡിയാക്കിന് ഇന്ന് രാത്രി പൊളിക്കാനുള്ളത് നമുക്ക്. രാത്രി പാട്ടൊക്കെ പാടി കുട്ടികളെ പാട്ട് നമ്മളെ പാട്ട് പഠിച്ച് പൊളിക്കും. ചെക്കായി ആശിക്ക ഹലോ ഹലോ നല്ല സൗണ്ട് ഉണ്ട് ആശിക്ക. തിരകളും എന്താണ്